കേന്ദ്ര സമ്മർദ്ദത്തിന് വഴങ്ങി PM ശ്രീ സ്കൂൾ പദ്ധതി കേരളത്തിൽ നടപ്പാക്കും. 332 സ്കൂളുകൾക്ക് 5 വർഷത്തേക്ക് കേന്ദ്രവിഹിതമായി 1008 കോടി രൂപ ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ സ്കൂൾ പദ്ധതിക്ക് സാമ്പത്തിക നഷ്ടം പരിഗണിച്ചാണ് ധാരണാപത്രം ഒപ്പിടാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അതേസമയം കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് മാത്രമേ അത് നടപ്പാക്കൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. PM ശ്രീ പദ്ധതി വഴി 332 സ്കൂളുകൾക്ക് 5 വർഷത്തേക്ക് കേന്ദ്രവിഹിതമായി 1008 കോടി രൂപ ലഭിക്കും. അതേസമയം പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ 978.53 കോടി രൂപയുടെ നഷ്ടം സംസ്ഥാനം സഹിക്കേണ്ടി വരുമെന്നും മന്ത്രി വിശദീകരിച്ചു. 2023-24 അധ്യയന വർഷം സമഗ്ര ശിക്ഷ കേരളത്തിനുള്ള ഫണ്ടിൽ 187.78 കോടി രൂപ നഷ്ടമാവും. സ്റ്റാർഡ് പദ്ധതിയിൽ 165.40 കോടിയും 2024-25 അധ്യയന വർഷം SSK ഫണ്ടിൽ ലഭിക്കേണ്ട 385.35 കോടി രൂപയും നഷ്ടമാകും. ഈ സാഹചര്യത്തിലാണ് PM ശ്രീ ഒപ്പിടാനുള്ള തീരുമാനം. പ്രിൻസിപ്പൽ സെക്രട്ടറി അധ്യക്ഷയായ ഒരു സമിതി രൂപവൽക്കരിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ തുടർ നടപടികൾ കൈക്കൊള്ളൂവെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം കേന്ദ്ര സർക്കാർ വാദിക്കുന്നതുപോലെ ഓരോ സ്കൂളും വികസിപ്പിക്കാൻ 1 കോടിയിലേറെ രൂപ വീതം ധനസഹായമായി ലഭിക്കുന്ന പദ്ധതിയല്ല PM ശ്രീ എന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. മൊത്തം പദ്ധതി ചെലവിന്റെ 60% കേന്ദ്രം വഹിക്കൂ. ബാക്കി 40% തുക സംസ്ഥാനങ്ങൾ വഹിക്കണം. പ്രധാനമന്ത്രിയുടെ പേരും ചിത്രവുമൊക്കെ ബ്രാൻഡിങ്ങിന്റെ ഭാഗമായി ഉൾപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. പക്ഷേ ഉന്നത സമിതി റിപ്പോർട്ടിന്റെ ശുപാർശയനുസരിച്ച് മാത്രമേ ബ്രാൻഡിംഗ് പരിഗണിക്കൂവെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു.